ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ അടുത്ത് പാകിസ്ഥാൻ ഒരു 62 പ്രാവശ്യം കോൺവേഴ്സേഷൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തുടരെ അമേരിക്കയുടെ കാലിൽ വീണ് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം. ഇന്ത്യയുടെ ആക്രമണത്തിൽ ശരിക്കും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിരവധി നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാന് ഒരിക്കലും ഇനി റിറ്റാലിയേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഇന്ത്യയുടെ ആക്രമണം എന്നുള്ള രീതിയിലൊക്കെ 62 പ്രാവശ്യം വാഷിങ്ടണിലേക്ക് അവരുടെ ഏജന്റുകൾ ത്രൂ സംസാരിച്ചിട്ടുണ്ട്. ആ രേഖകൾ ഇന്ന് അമേരിക്കയിൽ നിന്ന് തന്നെ വൈറ്റ് ഹൗസിൻ്റെ രജിസ്റ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ വൈറ്റ് ഹൗസ് അവരുടെ ട്രാൻസ്പെറൻസി റെക്കോർഡ് കീപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് 62 പ്രാവശ്യം പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വൈറ്റ് ഹൗസിനെ അപ്രോച്ച് ചെയ്തതായിട്ടാണ് അതിലെ രേഖകൾ പറയുന്നത്. ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ല അയാൾ നിർത്തിയത്. ശരിക്കും അയാൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുകയാണ് ചെയ്തത്. അതിനെയാണ് ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നിപ്പം മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ട്രംപിന്റെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് നിർത്തിയത് എന്നുള്ള തരത്തിലുള്ള വാദമുണ്ടല്ലോ. ആ വാദത്തിനെ പൊളിച്ചെടുക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. പാകിസ്ഥാൻ എന്നും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങിക്കണോ വേണ്ടയോ? പ്രധാനമന്ത്രി തന്നെ പറയുന്നു സ്വർണം വാങ്ങിക്കേണ്ടതെന്ന്. എന്നാൽ പിന്നെ നമ്മൾ എപ്പോഴാണ് സ്വർണം വാങ്ങിക്കുക? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ. കാരണം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ എന്തിനാണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുന്നത് പോലെയുള്ളൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് മാത്രമല്ല, സെൻട്രൽ ഏഷ്യൻ സൈഡിൽ റഷ്യ ഉക്രൈൻ യുദ്ധമായിക്കോട്ടെ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റും കൂടി ഇതിനോടൊപ്പം ചേർന്ന് വരുമ്പോൾ ശരിക്കും പല നിർണായക മേഖലകളിലും ഇന്ത്യക്ക് പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇപ്പോഴല്ല, 11 മാസം കഴിയുമ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലിപ്പോൾ സ്വർണം വാങ്ങിക്കേണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഫോറിൻ റിസർവ് കറൻസി. അതായത് നമ്മൾ ഫോറിൻ റിസർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഡോളർ കയ്യിരിപ്പ്. ഈ ഡോളർ കയ്യിരിപ്പിൽ നമ്മളൊരു 16% നമ്മൾ സ്വർണമായിട്ടാണ് സൂക്ഷിക്കുന്നത്. ബാക്കിയുള്ളതാണ് നമ്മൾ ഡോളർ കൺവേർഷനിൽ സൂക്ഷിക്കുന്നത്. അപ്പം നമ്മളുടെ അടുത്ത് 749 ബില്യൺ US$ നമുക്ക് ഫോറിൻ റിസർവ് ഉണ്ടായിരുന്നു. അതിപ്പം ഏതാണ്ട് 691.XYZ എന്നുള്ളൊരു ലെവലിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 42-43 ബില്യണോളം നമുക്ക് കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ഡോളറായിട്ട് മാറ്റിക്കൊണ്ട് ഡോളറാണ് നമ്മൾ പേ ചെയ്യുന്നത്, നമ്പർ 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ റുപ്പി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ഡോളർ പേ ചെയ്തിട്ടാണ് സ്വർണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്വർണത്തിൻ്റെ പർച്ചേസിങ് ക്രമേണ കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതെവിടെയാണ് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, അതിൽ എനിക്കും ആശങ്കയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എനർജി മേഖലയിൽ വില കൂട്ടണോ അല്ല എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയ്ക്കണോ? ഇതാണ് ഇപ്പം ഗവൺമെന്റിന്റെ മുന്നിൽ നിൽക്കുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയ സ്ഥിതിക്ക് ആ കൺഫ്യൂഷൻ മാറി. ആ പ്രഖ്യാപനം നടത്തുന്നത് വരെ ഗവൺമെന്റിന് ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രഖ്യാപനം നടത്തി കഴിയുമ്പോൾ പിന്നെ ആ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കുറയ്ക്കാനാണ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കുറയ്ക്കൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് പണിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവരെല്ലാം തന്നെ വീട്ടിലിരുന്ന് പണിയെടുക്കുക. അപ്പം അത് നമ്മൾ ഇതിനു മുമ്പ് വീട്ടിലിരുന്ന് പണിയെടുത്തത് കോവിഡ് ടൈമിലാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്ന് പണിയെടുക്കാൻ പറയുന്നത് എന്തെങ്കിലും വൈറൽ ഫീവർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോവിഡ് പോലത്തെ പാൻഡമിക് സിറ്റുവേഷൻ കൊണ്ടൊന്നും അല്ല. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 15-20% ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഫ്യൂവൽ കൺസംഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ലോകത്തെ പല രാജ്യങ്ങളുടെ മേളിലും അമേരിക്കയുടെ സാങ്ഷൻസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഓയിൽ
ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ പരിഹരിക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഇപ്പം ഈ ഉപദേശം എന്നുള്ള തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നിർബന്ധമായിട്ടും നിങ്ങളെ വീട്ടിലിരുന്ന് പണിയെടുക്കണമെന്നല്ല, പോസിബിലിറ്റി മാക്സിമം, അതായത് ആർക്കൊക്കെ സാധിക്കുമോ അവരൊക്കെ വീട്ടിൽ നിന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു 20% എനർജി മേഖലയിലുള്ള ഇറക്കുമതിയിൽ കുറവ് രേഖപ്പെടുത്തും. നമുക്കതനുസരിച്ച് ഫ്യൂവൽ ഇറക്കുമതി ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം കൂടുതൽ 20% എന്ന് പറയുന്നത് ചെറിയ നമ്പറല്ല, വലിയ നമ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഉപയോഗിക്കാനുള്ള പ്രോത്സാഹനം സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായിട്ട് മെട്രോ ഒക്കെ യൂസ് ചെയ്യാനാണ്. മെട്രോ ടച്ച് പോയിന്റിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മെട്രോ ടച്ച് പോയിന്റിൽ ഓഫീസസ് ഉള്ള ആൾക്കാർക്കൊക്കെ മെട്രോ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കാറുള്ള ഒരു 100 പേര് മെട്രോ ഉപയോഗിക്കുന്നെങ്കിൽ ആ 100 വാഹനങ്ങളുടെ ഫ്യൂവൽ നമുക്ക് സേവ് ചെയ്യാം. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് പെർമനന്റ് ആയിട്ട് ഇന്ത്യ ഇങ്ങനെ തുടരണം എന്നല്ല പറയുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അത്യാവശ്യ സാധനങ്ങൾ, ഗ്യാസ്, ഓയിൽ, ഫെർട്ടിലൈസേഴ്സ് പോലത്തെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ആ റൂട്ടെല്ലാം തന്നെ ഇപ്പൊ തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് ബാക്ക് ടു നോർമൽ ആകുന്ന ആ ഒരു സമയം വരെ എങ്കിലും നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആവേണ്ടതുണ്ട് എന്നുള്ളൊരു അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് GDP-യിൽ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഗവൺമെന്റ് ഇപ്പൊ കുത്തനെ GDP കൂട്ടണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. എണ്ണ വിലയും കൂട്ടുക, എനർജി വിലയും കൂട്ടുക. കാരണം ആഗോളതലത്തിൽ എണ്ണ വിലയ്ക്ക് ബാരലിന് $1 വില വർധനവ് ഉണ്ടാകുമ്പോൾ, അതായത് ആഗോള വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $1 വില വർധനവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കുള്ളിൽ അതൊരു സാധാരണ കൺസ്യൂമറിനെ 55 ഫിൽസ് വില വർധനവ് അഫക്റ്റ് ചെയ്യും. 55 ഫിൽസ് റിഫൈൻ ചെയ്ത് ആ പെട്രോൾ ഫ്യൂവൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ക്രൂഡ് ഓയിൽ പെർ ബാരലിന് $1 വർദ്ധിക്കുമ്പോൾ ഇന്ത്യക്കുള്ളിൽ 55 ഫിൽസ് കൂടും അതിന്റെ ചെലവ്. ഇപ്പൊ നമ്മൾ 100 രൂപയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ 100.50 കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ വില കൂടും. ഈ സാഹചര്യത്തിൽ ഇത്രയും നാളും ഇന്ത്യക്കുള്ളിൽ ഫ്യൂവലിന് വില ഉയർത്തിയിട്ടില്ല ഗവൺമെന്റ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ അതിന് പകരം എക്സൈസ് ഡ്യൂട്ടി സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കട്ട് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ പ്രൈവറ്റ് കമ്പനികളായിട്ടുള്ള ഈ ഫ്യൂവൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അവർ 5 പൈസ വിട്ട് കളിക്കാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ആണ് ഇപ്പൊ ഇതിനകത്ത് എക്സൈസ് ഡ്യൂട്ടിയിൽ വിട്ടുവീഴ്ച നടത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റും ഇതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി അടുത്ത ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. അതിന് അവർ മുതിരുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പൊ നിലവിൽ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഗവൺമെന്റിന്റെ റവന്യൂവിൽ നിന്നും പൈസ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ ചെലവ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ നിലവിൽ ഒരു സ്റ്റേബിൾഡ് കണ്ടീഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. ആ എക്കോണമിയിൽ എണ്ണയ്ക്ക് വേണ്ടി മാത്രം നമ്മളിപ്പം $50 മുതൽ $60 അധികം കൊടുത്ത് പേ ചെയ്യേണ്ട ഒരു സാഹചര്യം, അതും നമ്മളുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് ഡോളറിൽ പേ ചെയ്യേണ്ട സാഹചര്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് മറ്റൊരു ചോദ്യമുണ്ട്. അതായത് ഇത്രയും കാലം എണ്ണ വില കുറഞ്ഞപ്പോൾ നമുക്ക് വില കുറച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് ഇത്രയും നാളും ഊറ്റിയെടുത്ത ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടം സഹിച്ചോട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ പറയാം. പക്ഷേ എക്കോണമി അങ്ങനെ പോയില്ല. കാരണം എക്കോണമി എവറി ഫിനാൻഷ്യൽ ഇയറിൽ ക്ലോസ് ചെയ്തു പോകുന്നൊരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരിക്കും. പക്ഷേ ഗവൺമെന്റ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ ഒരു നിലയിൽ നോക്കി കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എത്രത്തോളം നമുക്ക് ലാഭം കിട്ടിയോ, നമ്മുടെ GDP എത്രയോ, അത് നമ്മൾ ക്ലോസ്ഡ് കണക്കാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് പുതിയ ഫിസിക്കൽ ഇയറിലാണ്. അപ്പൊ ഈ പുതിയ ഫിസിക്കൽ ഇയറിൽ നമുക്കുള്ളത് പുതിയ കണക്കാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ നമ്മുടെ GDP വലിയ രീതിയിൽ വളർച്ച നേരിടേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പം മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന നയം വെച്ച് നോക്കുമ്പോഴത്തേക്കും GDP-യിൽ ഒരു മന്ദഗതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അടുത്ത് പറഞ്ഞു വരുന്നത് ടൂറിസം. ഇപ്പൊ നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ, അന്യ രാജ്യങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് അവിടേക്കുള്ള വിനോദയാത്ര അല്ലെങ്കിൽ അവിടേക്കുള്ള വിനോദസഞ്ചാരം ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്താണ്? കാരണം അങ്ങോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ GDP വളർച്ചയ്ക്കാണ് അത് ഗുണം ചെയ്യുന്നത്, അവർക്കാണ് അത് മുതൽക്കൂട്ട്. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ റുപ്പീസ് കൊണ്ടുപോയിട്ട് ആ രാജ്യത്ത് പോയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോഴും അത് ഡോളർ കൺവേർഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് പല രാജ്യങ്ങളിലും. കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസി എല്ലാം തന്നെ ഡയറക്റ്റ് കൺവേർഷൻ ഇല്ല, ഡോളർ കൺവേർഷൻ ത്രൂ ആണ് ഉള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ രാജ്യത്തിന് അത് ഗുണം ചെയ്യും, ആ രാജ്യത്തിന്റെ ടൂറിസം ഡെവലപ്പ് ആവാൻ അത് സഹായിക്കും. രാജ്യത്തിന്റെ ടൂറിസം ഡെവലപ്പ് ആയിക്കോട്ടെ, പക്ഷേ അത് ഈ സാഹചര്യത്തിൽ ഏതാണ് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് ഇന്ത്യക്ക് ദോഷം ചെയ്യും. ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ഡോളർ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഡോളറിന് ഒരു അപ്രിസിയേഷൻ ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഡോളർ ശക്തിപ്പെടുന്നു, റുപ്പി താഴേക്ക് പതിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള ചില മേഖലകൾ സ്പർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി 2-3 മേഖലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയത്.
ഇനി പ്രധാനമന്ത്രി പറഞ്ഞത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവാത്തവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം ഇത് രാജ്യത്തിന്റെ എക്കോണമിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പൊ അതായത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ ചെലവ് ചുരുക്കി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ചില വിഷയങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, എസെൻഷ്യൽ ആണ്. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ബെഡ്റൂമിലൊരു AC എസെൻഷ്യൽ ആണ്. പക്ഷേ ലിവിങ് റൂമിലൊരു AC അത് ഗുഡ് ടു ഹാവ്, ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അത് നിർബന്ധമല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതേസമയം വാഹനങ്ങൾ, മൾട്ടിപ്പിൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഹയർ ഫ്യൂവൽ കൺസംഷൻ ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അവരുടെ പക്കൽ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളിലേക്ക് നമുക്ക് തന്നെ സ്വയമേ തീരുമാനമെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കൃഷിക്കാർക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലൈസറിന്റെ വരവ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിൽ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഗ്യാസിന്റെ വരവ് കുറവാണ്. അപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന LPG ടാങ്കുകളെല്ലാം തന്നെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് ഇപ്പം അത്ര എളുപ്പത്തിൽ അവൈലബിൾ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ സാഹചര്യത്തിൽ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ഈ പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പെട്രോ കെമിക്കലിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഈ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ ആയിട്ട് കളക്ട് ചെയ്യുന്നത്. യൂറിയ ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ ആ സാധനം ഇപ്പം ഇന്ത്യക്കുള്ളിൽ അത്ര ഈസി ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് കൃഷി അതും ഒരു വല്ലാത്ത രീതിയിൽ ഇപ്പം ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമാണ്. അതേപോലെ എണ്ണ ഉപയോഗം, കുക്കിംഗ് ഓയിലിന് ബന്ധപ്പെട്ട പരാമർശം പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാം ഓയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മലേഷ്യയുടെ കയ്യിൽ നിന്നും, അതേപോലെ അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൂര്യകാന്തി എണ്ണ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്രൈൻ, റഷ്യ രാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പൊ ഉക്രൈൻ, റഷ്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ നമുക്ക് ഇവിടെ പാം ഓയിൽ മാത്രമേ കിട്ടുള്ളൂ ഇപ്പുറത്ത് മലേഷ്യയിൽ. അപ്പൊ അതുകൊണ്ട് ഓയിലിന്റെ ഷോർട്ടേജ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് 11 മാസത്തേക്ക് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൈം മിനിസ്റ്ററിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് കുറച്ച് ലെങ്തി ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ മൊമെന്റ് വരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു അയവ് വന്നിട്ടില്ല. സംഘർഷം മീൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും മര്യാദയില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും ഡയലോഗും ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് വലിയവൻ എന്ന് അമേരിക്ക, ഇല്ല ഞങ്ങളാണ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് ഇറാൻ, അങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊപ്പോസ് ചെയ്തിട്ട് ഒരു തരത്തിലും തീരുമാനമായിട്ടില്ല. അതേപോലെ നെതന്യാഹുവിന്റെ അടുത്ത് ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ട്. നെതന്യാഹു പറഞ്ഞത് എൻറിച്ച്മെന്റ് ചെയ്ത യുറേനിയം അത് കൈമാറിയിട്ട് വേണമെങ്കിൽ അവർക്ക് യുദ്ധം നിർത്താം. യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെത്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ യുദ്ധം കുറച്ചാളുകൂടെ നീണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ 13, 14, 15 ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന വിസിറ്റ് ചെയ്യാണ്. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് വിസിറ്റ് ആണ്. അപ്പം അതുവരെയെങ്കിലും ഒരു ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇറാന് കൊടുക്കുമോ എന്നുള്ളത് ഇപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ വരെ അത്രത്തോളം വഷളായിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ പാകിസ്ഥാനെ നിങ്ങൾ നോക്കൂ. പാകിസ്ഥാൻ ഒരു സൈഡിൽ മീഡിയേറ്റർ ആണ്, പക്ഷെ അവരുടെ രാജ്യത്ത് തന്നെ പൊട്ടിത്തെറികളുടെ പൂരമാണ്. അവിടെ പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറി. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ വിഷയത്തിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയ്ക്ക് കടന്ന് പെടാപ്പാട് പെടുന്ന പാകിസ്ഥാന്റെ നേതൃത്വം അതൊരു സൈഡിൽ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അതാണ് പാകിസ്ഥാന്റെ ഒരു ഗതികേട്. ഇപ്പൊ ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സിറ്റുവേഷൻസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ സ്വർണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്വർണം ഒരു പക്ഷേ നെക്സ്റ്റ് ഇയറിൽ ഈ വാർ സിറ്റുവേഷൻ എല്ലാം ഒന്ന് നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നീട് സ്വർണം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലെത്തും. ആ സമയം കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റും എന്നുള്ള തരത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ വില ഉയരാം, ഒരു പക്ഷേ വില കുറയാം. എല്ലാവരും സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ വില കൂടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് സർജ് വില വർധനവ് ഉണ്ടാവില്ല ഒരിക്കലും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റ് മാനിപ്പുലേഷൻ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കോൺഫ്ലിക്റ്റ്, മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഫ്ലിക്റ്റ്, മാർക്കറ്റ് മാനിപ്പുലേഷൻ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്വർണം ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നത്. കാരണം ജനങ്ങൾക്ക് മറ്റുള്ള മേഖലകളിലേക്കുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതും അങ്ങനെ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർന്ന് വില ഇങ്ങനെ കുതിച്ച് ചാടി മേളിലേക്ക് എത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇത് കുറയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം സ്വർണത്തിന്റെ ആക്ച്വൽ പ്രൈസ് അല്ല ഇത്. മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ വില ഇനിയും കുറഞ്ഞ് താഴേക്ക് വരേണ്ടതാണ്. ഇപ്പം ന്യായമായിട്ട് 1,00,000 താഴെ വരേണ്ടതാണ് ശരിക്കും ഇതിന്റെ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ മാർക്കറ്റിന്റെ മാനിപ്പുലേഷനിലും മിസ്മാനേജ്മെന്റ് കൊണ്ടും ട്രംപിന്റെ ചില തെറ്റായ നയങ്ങൾ കൊണ്ടും പല മാർക്കറ്റുകളെയും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ പറയുന്നത് കൊണ്ടും ആൾക്കാർ മറ്റുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അവർ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇതിന്റെ കാരണം. തീർച്ചയായിട്ടും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പല മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണ വില വീണ്ടും കുറയും. അപ്പം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ജസ്റ്റ് പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ നീണ്ട് 1 വർഷം 2 വർഷം എന്നൊക്കെ ഇങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളും ഇപ്പം വിതൗട്ട് ഹോർമൂസ് എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് പാകപ്പെട്ട് വരികയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിവേ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.